ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേരള ഏവിയേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുവാണെങ്കിൽ എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ നമ്മൾ കേരളത്തിലെ എയർപോർട്ടുകളിലാണ് ജോലി അവസരം എന്ന് ഓർത്തിരിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുന്ന തസ്തികയാണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പറയുവാണെങ്കിൽ +2 ആണ്. +2 ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18 മുതൽ 30 വയസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വേക്കൻസി എന്ന് പറയുന്നത് 516 വിളിച്ചിരിക്കുന്ന ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 20,000 മുതൽ 25,000 വരെ പെർ മന്ത് നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ജോബാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇങ്ങോട്ടൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് നിലവിൽ ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. സോ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 6 മെയ് 2025, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 22 ജൂൺ 2025. ഇനി എക്സാം കണ്ടക്ട് ചെയ്യുന്ന അവരെ അറിയിക്കുമെന്ന് പറയുന്നുണ്ട്. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് എക്സാം കണ്ടക്ട് ചെയ്തതിന് ശേഷം 15 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് പറയുന്നത്. മെയിൽസിനും ഫീമെയിൽസിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിലേക്ക് ഫ്രഷേഴ്സിനും ഓൾസോ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ 10 കഴിഞ്ഞ് ITI പഠിച്ച സ്റ്റുഡൻസിനാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ മറ്റ് ഏജ് റിലാക്സേഷൻ ഒന്നും ഒരു കാറ്റഗറിക്കും പ്രൊവൈഡ് ചെയ്യില്ല എന്ന് ഓർത്തിരിക്കുക. ഇനി സിലബസ് നോക്കുകയാണെങ്കിൽ റിട്ടേൺ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജനറൽ അവയർനെസ്, ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഏവിയേഷൻ നോളജ് എന്ന് പറയുന്ന ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നതെന്ന് ഓർത്തിരിക്കുക. 90 മിനിറ്റാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ടോട്ടൽ 100 മാർക്കിനാണെന്നും പറയുന്നുണ്ട്. ഇവിടെ വരുന്ന 12th ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സോ സിലബസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി എക്സാമിനേഷൻ പറ്റി പറയുവാണെങ്കിൽ 100 മാർക്കിനായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതായത് OMR ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓരോ ക്വസ്റ്റിനും റൈറ്റ് ആൻസർ 1 മാർക്ക് കിട്ടും. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് ഓർത്തിരിക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നുണ്ട്. ഇനി എക്സാം സെൻറ്റർ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ കൊച്ചിയുണ്ട്, ട്രിവാൻഡ്രം, കോഴിക്കോട്, ദെൻ കണ്ണൂരൊക്കെയാണ് കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത്. പിന്നെ ചെന്നൈ, മധുരൈ, ദെൻ ഹൈദരാബാദ്, വിശാഖപട്ടണം, ദെൻ ബാംഗ്ലൂർ എന്നിവയാണ് മറ്റ് എക്സാം സെൻറ്റർ എന്ന് ഓർത്തിരിക്കുക. ഇനി അപ്ലൈ ചെയ്യുന്നവർ www.keralaviationservices.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ വേണം അപ്ലൈ ചെയ്യാൻ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ്. എക്സാമിനേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ 360 രൂപയാണ് എല്ലാ കാൻഡിഡേറ്റിനും എക്സാം ഫീസായിട്ട് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഒരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. റിട്ടേൺ എക്സാമിന് പാസ്സാവുന്നവർ അവർ ഇൻ്റർവ്യൂവിന് കണ്ടക്ട് ചെയ്യും. ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓർ നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ്, പിന്നീട് ഇൻ്റർവ്യൂ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ വന്നിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കേരള ഏവിയേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിലേക്കാണ് പൊസിഷൻ വന്നിരിക്കുന്നത്. +2 യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ജോബ്സ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.